Hello. Hello, Alina. കേക്കാവോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. So good evening all. So let us continue. So yesterday we have discussed about static and kinematic indeterminacies, then how to determine the static indeterminacy and kinematic indeterminacy of beams, plane frames, then plane truss, etc. We were discussed in the last class. Then kinematic indeterminacy. Then പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് different methods of analysis ആണ്. Then fixed end moment. Then we were discussed the slope deflection method, moment distribution, and okay. So next one, column analogy method. So column analogy method, this is a force method of analysis ആണ്. Okay. So അധികം നമ്മൾ സിലബസിലൊന്നും പഠിക്കാത്ത ഒരു മെത്തേഡാണ് കോളം അനലോഗി മെത്തേഡ്. സോ ഈ ഒരു മെത്തേഡ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം തന്നെ ഒരു എക്സാമിന് കോളം അനലോഗി മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനത് ഈ ഒരു മെത്തേഡ് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മെത്തേഡാണ് കോളം അനലോഗി മെത്തേഡ് എന്ന് പറയുന്ന അനാലിസിസിന്റെ. ഓക്കെ. So അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്താണ് കോളം അനലോഗി മെത്തേഡ്. സോ ദ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആൻഡ് ഫ്രെയിംസ് വിത്ത് ഇൻഡിറ്റർമിനസി നോട്ട് എക്സീഡിങ് 3. ഓക്കെ. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അപ് ടു 3 വരെയുള്ള ബീംസിനും ഫ്രെയിംസിനും മാത്രമാണ് കോളം അനലോഗി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഇസ് എ ഫോഴ്സ് മെത്തേഡ്, അത് ഓർത്ത് വെക്കുക. കോളം അനലോഗി മെത്തേഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. ആൻഡ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ പറയാം. അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അതിനകത്ത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി അപ് ടു 3 വരെ മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അന്ന് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനും ഇതായിരുന്നു, കോളം അനലോഗി മെത്തേഡിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എത്ര വരെ ഉള്ള സ്ട്രക്ചേഴ്സിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ 3 ആണ്. അപ് ടു 3 വരെയാണ് കോളം അനലോഗി മെത്തേഡ് വെച്ച് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ ഓഫ് അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആൻഡ് ഫ്രെയിംസ്. And this method is extensively used in the analysis of beams, frames and arches with the fixed ends. That's also important. Fixed end വരുന്ന സ്ട്രക്ചേഴ്സിനാണ് കോളം അനലോഗി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. And this method is ideally suited for computing the stiffness and carryover factors in the beams with a varying cross section. So ഒരു സിംഗിൾ ബീമിൽ തന്നെ ക്രോസ് സെക്ഷൻസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബീമിനെ നമുക്ക് കോളം അനലോഗി മെത്തേഡ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വേരിയിങ് ക്രോസ് സെക്ഷൻ വരുന്ന ബീംസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നതും കോളം അനലോഗി മെത്തേഡാണ്. മെയിൻലി യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. സോ ഈ ഒരു മെത്തേഡ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ലോഡ് കൊണ്ട് വരുന്ന സപ്പോർട്ട്സിൽ വരുന്ന ഫിക്സഡ് ആൻഡ് മൊമെന്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഈ മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. And this method uses the analogy of moments in beams or frames and stresses in eccentrically loaded columns. ഇതിന്റെ ഈ ഒരു മെത്തേഡിന്റെ പ്രൊസീജിയർ ഇതാണ്. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ഒരു കണ്ടിന്യൂസ് ബീമോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ബീം ആണെങ്കിൽ അതിനകത്ത് തന്നിരിക്കുന്ന ലോഡ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കും. ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്നത് ഫ്രീ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം ആണ്. കാരണം അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് എടുത്ത് അതിനകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫ്രീ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കും. ഈ ഫ്രീ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ M/EI ഡയഗ്രം
ഒരു കോളത്തേൽ ലോഡായിട്ട് കൊടുത്തിട്ട് ആ കോളത്തേൽ വരുന്ന സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ മൊമെന്റ്. സോ അതുകൊണ്ടാണ് അതിനെ കോളം അനലോഗി മെത്തേഡ് എന്ന് പറയുന്നത്. which uses the analogy of moments in beams and frames and the stresses in eccentrically loaded columns. So in column analogy method, moment at any point which is equal to m equal to ms minus mi. അതായത് നമ്മുടെ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ എം എസ് മൈനസ് എം ഐ എന്ന് എഴുതിയിരിക്കുന്നത്. എം എസ് ഇസ് എ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ആൻഡ് എം ഐ ഇസ് എ എൻ മൊമെന്റ് ആണ്. സപ്പോർട്ടിൽ വരുന്ന എൻ മൊമെന്റ് ഡ്യൂ ടു ഇൻഡിറ്റർമിനസി. ഓരോ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ എല്ലാ സപ്പോർട്ടിലും ഒരു സപ്പോർട്ട് മൊമെന്റ്സ് ഡെവലപ്പ് ചെയ്യും. ഫിക്സഡ് സപ്പോർട്ട് ആണ് കേട്ടോ, എക്സെപ്റ്റ് ഹിഞ്ച്. ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു സപ്പോർട്ട് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. സോ ഒരു സ്ട്രക്ചറിന്റെ ആക്ച്വൽ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സം ഓഫ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ആൻഡ് സപ്പോർട്ട് മൊമെന്റ് ആണ്. സപ്പോർട്ട് മൊമെന്റ് എപ്പോഴും നമുക്കറിയാം ഹോഗിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്, എം എസ് മൈനസ് എം ഐ. ഫോർ കാൽക്കുലേറ്റിംഗ് എം ഐ, that is moment due to indeterminacy, apply the load on analogous column of width 1 by EI. So ഈ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാം. എം എസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏതൊരു സ്ട്രക്ചർ കിട്ടിയാലും അതിന്റെ ലോഡ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എം ഐ എന്ന് പറഞ്ഞ സപ്പോർട്ട് മൊമെന്റ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കാരണം സപ്പോർട്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യണം, ലൈക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ. സോ ഇതുപോലത്തെ മെത്തേഡ് യൂസ് ചെയ്താലാണ് എം ഐ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ കാൽക്കുലേറ്റിംഗ് എം ഐ, apply the load, that is area of m by ei diagram on analogous column of width 1 by ei. സോ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഏരിയ ഓഫ് എം ബൈ ഇ ഐ ഡയഗ്രാം, അതിന്റെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ, അതിന്റെ എം ബൈ ഇ ഐ ഡയഗ്രാം വരയ്ക്കും. ആ എം ബൈ ഇ ഐ ഡയഗ്രാം ആണ് ഈ ഒരു 1 by ഇ ഐ വിഡ്ത്ത് ഉള്ള ഒരു കോളത്തേൽ നമ്മൾ ലോഡായിട്ട് അപ്ലൈ ചെയ്യും. ലോഡായിട്ട് അപ്ലൈ ചെയ്ത് ദെൻ ആ കോളത്തേൽ വരുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യും ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ പി ബൈ എ പ്ലസ് എം വൈ ഇൻറ്റു ഐ വൈ ഇൻറ്റു എക്സ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ, അതായത് കോളത്തിന്റെ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വേർ പി ഇസ് എ ഏരിയ ഓഫ് എം ബൈ ഇ ഐ ഡയഗ്രാം. എ എന്ന് പറയുന്ന ഏരിയ ഓഫ് അനലോഗസ് കോളമാണ്. അനലോഗസ് കോളത്തിന്റെ ഏരിയ 1 by ഇ ഐ ഇൻറ്റു എൽ ആണ്. ഇതെന്ന് പറഞ്ഞ വിഡ്ത്ത് ആണ്. എൽ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദ ഗിവൺ ബീം ആണ്. ഓക്കെ, എം വൈ എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ്. ഓക്കെ, എക്സെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ കോളത്തേൽ സി ജിയിലല്ല ലോഡ് ആക്ട് ചെയ്യുന്നെങ്കിൽ വേറൊരു പോയിന്റിലാണ് ലോഡ് വരുന്നതെങ്കിൽ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ടാവും. പി ഇൻറ്റു എക്സെൻട്രിസിറ്റി ആണ് എം വൈ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പി ഇൻറ്റു എക്സെൻട്രിസിറ്റി. ദെൻ ഐ വൈ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് അനലോഗസ് കോളം അബൌട്ട് വൈ ആക്സിസ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്ത് ആ കോളത്തിന്റെ വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എം ഐയുടെ വാല്യൂ. ദെൻ നമ്മൾ ബാക്കിലേക്ക് എം ഈക്വൽ ടു എം എസ് മൈനസ് എം ഐ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ മൊമെന്റ് കണ്ടുപിടിക്കും. സോ ഇതാണ് കോളം അനലോഗി മെത്തേഡിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അത് എത്ര ഇൻഡിറ്റർമിനസി വരെ കോളം അനലോഗി മെത്തേഡ് യൂസ് ചെയ്യാം, പിന്നെ കോളം അനലോഗി മെത്തേഡ് മെയിൻ ആയിട്ടും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോളം അനലോഗി മെത്തേഡ് ഇൻഡിറ്റർമിനസി we can suitably used it for indeterminate beams and frames with the indeterminacy not exceeding 3. then മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് വേരിയിങ് ക്രോസ് സെക്ഷൻ വരുന്ന സ്ട്രക്ചേഴ്സിലും ദെൻ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഈ കോളം അനലോഗി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗീസ് ഓഫ് മൊമെന്റ്സ് ആൻഡ് ബീംസ് ആൻഡ് സ്ട്രെസ്സസ് ഇൻ എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ്. ഇതിന്റെ രണ്ടിന്റെയും അനലോഗിയാണ് അതിനകത്ത് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അനലോഗസ് കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, കോളം അനലോഗി മെത്തേഡിൽ നമ്മൾ കോളം കൺസിഡർ ചെയ്യുമ്പോൾ കോളത്തിന്റെ വിഡ്ത്ത് എപ്പോഴും 1 by ഇ ഐ ആയിരിക്കും. അത് ഏത് പ്രോബ്ലം എടുത്താലും എല്ലാ കോളത്തിന്റെയും വിഡ്ത്ത് സെയിം തന്നെയാണ്, 1 by ഇ ഐ ആണ്. ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് വരുന്നത് 1 by ഇ ഐ ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദ ഗിവൺ ബീം ആണ്. ബീമിന്റെ എൽ ആണ് അതിനകത്ത്, ബീമിന്റെ സ്പാൻ ആണ് എൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കോളം അനലോഗി മെത്തേഡിൽ ഓർത്തിരിക്കേണ്ടത്. So next method is Canny's method. So this is a displacement method of analysis. Canny's method, it's a displacement method of analysis. And this iterative method used for analyzing multi-storied frames. So Canny's method ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് for the analysis of multi-storied frames ആണ്. And this method is an iterative method. Iterative method means എന്താണ്, ഓരോ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ് Canny's method. And this is an extension of slope deflection method, and this is also very important.
ഇതും ഒരു എക്സാമിന് ചോദിച്ചതാണ്, ക്യാനീസ് മെത്തേഡ് ഏത് മെത്തേഡിന്റെ എക്സ്റ്റൻഷൻ ആണെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പഠിക്കുക സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ദെൻ ക്യാനീസ് ആണ്. സോ പലരും തെറ്റിക്കുന്ന കാര്യമാണ്, വിചാരിക്കും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ക്യാനീസ് മെത്തേഡ് എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. ക്യാനീസ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. നമുക്കറിയാം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ബീമിനും അതുപോലെ ഒരു സിമ്പിൾ പോർട്ടൽ ഫ്രെയിമിനും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ക്യാനീസ് മെത്തേഡ്. Rotation contributions are calculated using rotation factor. So in Canny's method, we are calculating rotation contributions. ഓരോ ജോയിന്റിലും അവിടെ വരുന്ന റൊട്ടേഷൻ കൊണ്ട് ആ ജോയിന്റിൽ വരുന്ന മൊമെന്റിന്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനാണ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പോർട്ടൽ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു റൊട്ടേഷൻ തീറ്റയെ, ഇവിടെ ഒരു റൊട്ടേഷൻ തീറ്റയെ വന്നു കഴിഞ്ഞാൽ ഈ തീറ്റയെ കൊണ്ട് ഈ ഒരു ബീമേലും കോളത്തേലും വരുന്ന മൊമെന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ക്യാനീസ് മെത്തേഡ്. സോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്യാനീസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എം എ ബി ഈക്വൽ ടു എം ഡാഷ് എ ബി ഈക്വൽ ടു -1/2 ഇൻറ്റു കെ എ ബി ഡിവൈഡഡ് ബൈ സിഗ്മ കെ എ ബി ഇൻറ്റു സിഗ്മ എം എഫ് എ ബി പ്ലസ് സിഗ്മ എം ഡാഷ് ബി എ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എം ഡാഷ് എ ബി എന്നിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ വരുന്ന റൊട്ടേഷൻ കൊണ്ട് സപ്പോസ് ദിസ് ഇസ് എ മെമ്പർ എ ബി, ഈ ഒരു പോർട്ടൽ ഫ്രെയിമിന്റെ മെമ്പർ എ ബി എന്ന് പറയുന്നത് ഈ ഒരു ബീം ആണെങ്കിൽ എം ഡാഷ് എ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബീമേൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. തീറ്റ എ എന്ന് പറയുന്ന റൊട്ടേഷൻ കൊണ്ട് അവിടെ വരുന്ന മൊമെന്റ്, റൊട്ടേഷൻ കൊണ്ട് മാത്രം വരുന്ന മൊമെന്റ് ആണ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എം ഡാഷ് എ ബി. So here the m dash AB of that member, our rotation contribution എന്ന് പറയുന്നത് which is equal to rotation factor of member AB. AB യുടെ rotation factor ആണ്, that is UAB rotation factor into sum of fixed end moment, sum of all fixed end moment plus sum of R into contribution ആണ്. Okay, so here the sum of fixed end moment എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എഴുതുന്നത് ഈ ഒരു ജോയിന്റിൽ എത്ര മെമ്പേഴ്സ്, ഈ ഒരു ജോയിന്റിൽ എത്ര മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ആ മെമ്പേഴ്സിന്റെ എല്ലാം ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ സം, അതാണ് സിഗ്മ എം എഫ് എ ബി എന്നിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ജോയിന്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇഫ് ദിസ് ഇസ് സി, ഈ ഒരു ജോയിന്റ് എയിൽ രണ്ട് മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സി എ ആൻഡ് എ ബി, രണ്ട് മെമ്പർ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് മെമ്പറിലെയും ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ സം ആണ് സിഗ്മ എം എഫ് എ ബി. ഓക്കെ, സോ സിഗ്മ എം എഫ് എ ബി പ്ലസ് സിഗ്മ എം ഡാഷ് ബി എ. എം ഡാഷ് ബി എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫാർ എൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. സോ വെൻ വി കൺസിഡർ ജോയിന്റ് എ, ദ ഫാർ എൻഡ്സ് ആർ ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. സോ ജോയിന്റ് ബി ഒരു ഫാർ എൻഡ് ആണ്, അതുപോലെ ജോയിന്റ് സി ഒരു ഫാർ എൻഡ് ആണ്. ഈ ഫാർ എൻഡ്സിൽ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ റൊട്ടേഷന്റെ മൊമെന്റ് ആണ് നമ്മളിവിടെ സിഗ്മ എം ഡാഷ് ബി എ എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ജോയിന്റിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൊട്ടേഷൻ ഫാക്ടർ ഇൻറ്റു സം ഓഫ് ഫിക്സഡ് ആൻഡ് മൊമെന്റ് പ്ലസ് സം ഓഫ് ആർ ആൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് റൊട്ടേഷൻ ഫാക്ടർ. സോ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു കെ എ ബി ഡിവൈഡഡ് ബൈ സിഗ്മ കെ എ ബി ആണ്. ഓക്കെ, സോ കെ എ ബി എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പർ എ ബി, അതായത് ഏത് മെമ്പറിന്റെ ആണോ നമ്മൾ റൊട്ടേഷൻ കണ്ടുപിടിക്കുന്നത്, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ, ആ മെമ്പറിന്റെ സ്റ്റിഫ്നെസ് ആണ് കെ എ ബി, ഡിവൈഡഡ് ബൈ സിഗ്മ കെ എ ബി എന്ന് പറയുന്നത് ആ ഒരു ജോയിന്റിൽ എത്ര മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാം സ്റ്റിഫ്നെസിന്റെ സം, അതാണ് സിഗ്മ കെ എ ബി. ഓക്കെ, സോ -1/2 ഇൻറ്റു കെ എ ബി ഡിവൈഡഡ് ബൈ സിഗ്മ കെ എ ബി. ഇനി ചോദിക്കാറുള്ളത് കെ എ ബി ഡിവൈഡഡ് ബൈ സിഗ്മ കെ എ ബി എന്ന് പറയുന്നത് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. സോ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, സോ റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ക്യാനീസ് മെത്തേഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹാഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഇത് മിക്കവാറും എക്സാമിൻസിന് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹാഫ് -1/2 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നതാണ് കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ക്യാനീസ് മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. ക്യാനീസ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്, ആൻഡ് വിച്ച് ഈസ് എൻ ഐട്രേറ്റീവ് മെത്തേഡ്, കണ്ടിന്യൂസ് ഓരോ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ്, ആൻഡ് വിച്ച് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ദെൻ ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ് ബൈ യൂസിങ് റൊട്ടേഷൻ ഫാക്ടർ, ആൻഡ് ദിസ് റൊട്ടേഷൻ ഫാക്ടർ ഈസ് ഓൾവേസ് ദ ഹാഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ഹാഫ് ആണ് റൊട്ടേഷൻ ഫാക്ടർ.
റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് -1/2 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ ആണ്. ഓക്കെ, സോ കാനീസ് മെത്തേഡിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഫൈനൽ മൊമെന്റ്, ഒരു മെമ്പറിലെ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. സോ ഫൈനൽ മൊമെന്റ് MAB equal to MFAB, that is fixed and moment plus 2M-AB plus M-BA ആണ്. സോ ആക്ച്വലി ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ഇക്വേഷൻ വരുന്നത് ഇതാണ്: MAB equal to MFAB plus 2EI by L into 2 theta A plus theta B. 2 theta A plus theta B ആണ്. സോ ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് MFAB പ്ലസ് 4EI by L തീറ്റ എ ആണ്. സോ 4EI by L തീറ്റ എ എന്ന് പറയുന്നത് നിയർ എൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ 2M-AB എന്ന് എഴുതിയിരിക്കുന്നത്. റൊട്ടേഷൻ തീറ്റ എ റൊട്ടേഷൻ കൊണ്ട് അവിടെ വരുന്ന മൊമെന്റ് ആണ് M-AB. സോ 2M-AB എന്ന് എഴുതിയിരിക്കുന്ന ടേം എന്ന് പറയുന്നത് 4EI by L തീറ്റ എ ആണ്, പ്ലസ് 2EI by L തീറ്റ ബി എന്ന് പറയുന്നത് അതിന്റെ ഫാർ എൻഡിലെ റൊട്ടേഷന്റെ മൊമെന്റ് ആണ്. തീറ്റ ബി എന്ന് പറയുന്നതാണ് ഒരു AB മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫാർ എൻഡ്, അവിടുത്തെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന M-BA എന്ന് പറയുന്നത്. സോ ആക്ച്വലി സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ ആ ഇക്വേഷൻ തന്നെയാണ് കാനീസിൽ ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ. സോ ഇങ്ങനെ ഒരു ടേം കൂടെ കാനീസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഫോർ ദ അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ഫ്രെയിംസ് ഹാവിംഗ് സ്വേ. ഓക്കെ, സ്വേ ഉള്ള ഫ്രെയിംസിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സ്വേ മീൻസ് ഒരു ഫ്രെയിമിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റിനാണ് ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ഡിഫോർമേഷൻ. ദിസ് വിൽ ബി ദ ഡിഫോർമേഷൻ. ഇങ്ങനെയായിരിക്കും അതിന്റെ ഡിഫോർമേഷൻ വരുന്നത്. സോ ഇങ്ങനത്തെ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് എ ഫ്രെയിമിനാണ് നമ്മൾ പറയുന്ന സ്വേ. ഇങ്ങനെ സ്വേ ഫ്രെയിമിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനീസ് മെത്തേഡിൽ നമ്മൾ ആ സ്വേ കൊണ്ട് വരുന്ന മൊമെന്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് -3/2 ഇൻറ്റു കെ ബൈ സിഗ്മ കെ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നതും അതിനകത്തും വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. -3/2 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതും തെറ്റിക്കാതിരിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ വരുന്നത് സ്വേ അനാലിസിസിലാണ്. ടോട്ടൽ ഫ്രെയിമിന്റെ കേസിലെ സ്വേ അനാലിസിസിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് -3/2 ഓർ മിക്കവാറും ചോദിക്കുക -1.5 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കാനീസ് മെത്തേഡിൽ ഓർത്തിരിക്കേണ്ടത്. Then next is metrics method of analysis. അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 2 മെട്രിക്സ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലും നെക്സ്റ്റ് വൺ ഫോഴ്സ് മെത്തേഡിലുമാണ് മെട്രിക്സ് മെത്തേഡ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫോഴ്സ് മെത്തേഡ് ഓർ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി ഇറ്റ്സ് എ ഫോഴ്സ് മെത്തേഡ്. സോ ഫ്ലെക്സിബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ എ യൂണിറ്റ് ഫോഴ്സ്. സോ ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വിച്ച് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ ഒരു യൂണിറ്റ് ഫോഴ്സ്. ഒരു യൂണിറ്റ് ഫോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു കോർഡിനേറ്റിൽ അപ്ലൈ ചെയ്യുമ്പം അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ആ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂവിനാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓർ വി കോൾ ഇറ്റ് as ഡിസ്പ്ലേസ്മെന്റ് റെസ്പോൺസ് ടു ഫോഴ്സ്. ഫ്ലെക്സിബിലിറ്റിക്ക് പറയുന്ന അനദർ നെയിം ആണ് ഡിസ്പ്ലേസ്മെന്റ് റെസ്പോൺസ് ടു ഫോഴ്സ്. ഓക്കെ, സോ ഫ്ലെക്സിബിലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ലോഡ് ആണ്. നമ്മൾ ഫ്ലെക്സിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ലോഡ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും പി എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡും ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ഫോഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് Fij is defined as the displacement generated at coordinate I on account of a unit load at coordinate J with no other load acting on the structure. So actually ഒരു സ്ട്രക്ചറിന്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് which is Fij എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്. ഫോർ എക്സാമ്പിൾ, സോ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ബീമാണ്, കണ്ടിന്യൂസ് അല്ല സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ലെറ്റ് ഇറ്റ് ബി കോർഡിനേറ്റ് 1ഉം കോർഡിനേറ്റ് 2 ആണെന്ന് വിചാരിക്കുക. ഓർ കോർഡിനേറ്റ് ij വെക്കാം, കോർഡിനേറ്റ് I ആൻഡ് കോർഡിനേറ്റ് J.
ആണെങ്കിൽ FIJ എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ജനറേറ്റഡ് അറ്റ് കോർഡിനേറ്റ് I ഡ്യൂ ടു എ യൂണിറ്റ് ലോഡ് അപ്ലൈഡ് അറ്റ് കോർഡിനേറ്റ് J ആണ്. കോർഡിനേറ്റ് Jയിൽ ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് ഒരു 1 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ലോഡോ അല്ലെങ്കിൽ യൂണിറ്റ് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പം കോർഡിനേറ്റ് Iയിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ. സോ അതിനാണ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് FIJ is defined as a displacement generated at coordinate I on account of a unit load at coordinate J with no other load acting on the structure. Next one stiffness ആണ്. And the stiffness എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതിന്റെ റിവേഴ്സ് ആണ് stiffness. Stiffness is defined as a force required to produce a unit deflection or unit displacement. Okay, ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാൻ എത്ര ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, ആ ഫോഴ്സിന്റെ വാല്യൂ ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോഴ്സിന്റെ വാല്യൂ ആയിരിക്കും. അതുപോലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റും ആയിരിക്കും എന്ന് ഓർക്കുക. സ്റ്റിഫ്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ്, P/delta. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റിഫ്നെസ് ഇസ് എ ഫോഴ്സ് റെസ്പോൺസ് ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എപ്പോഴും നമ്മൾ അറിയാം സ്റ്റിഫ്നെസ് മെട്രിക്സിൽ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നിടത്തും ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്യും. യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഓരോ കോർഡിനേറ്റിന്റെ അവിടെയും വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫോഴ്സ് റെസ്പോൺസ് ടു ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ദിസ് സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് Kij is defined as a force at coordinate I due to unit displacement at coordinate J. ഓക്കെ, കോർഡിനേറ്റ് Jയുടെ അവിടെ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിയുമ്പം കോർഡിനേറ്റ് Iയിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, അതിനാണ് നമ്മൾ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us see some stiffness and flexibility values. ഒരു ട്രസ് മെമ്പറിന്റെ ആക്സിയൽ ഡിഫോർമേഷൻ വരുന്ന ഒരു ട്രസ് മെമ്പറിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും L/AE ആണ്. ഫ്ലെക്സിബിലിറ്റി L/AE. ഓക്കെ, ദെൻ അതിന്റെ സ്റ്റിഫ്നെസ് AE/L ആണ്. എപ്പോഴും ഒരു സ്റ്റിഫ്നെസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റിഫ്നെസ് AE/L ആണ്. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു PL/AE. സോ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ MOS പഠിക്കുന്നതാണ്, ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു PL/AE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഉള്ള ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, P = 1 കൊടുക്കുക. സോ P = 1 കൊടുത്തു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്ത് വരും, L/AE. സോ ആ L/AE ആണ് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വരുന്നത്. ദെൻ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ വരുന്ന ലോഡാണ്. ഓക്കെ, സോ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലോഡ് എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും, അല്ലെങ്കിൽ റെസിപ്രോക്കൽ വരും, AE/L. ഓക്കെ, സോ ആക്സിയൽ ഡിഫോർമേഷൻസ് വരുന്ന അല്ലെങ്കിൽ ആക്സിയൽ മെമ്പർ ഒരു ട്രസ് മെമ്പറിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് L/AEയും സ്റ്റിഫ്നെസ് AE/L ആണ്. ദെൻ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്, ഒരു ബീമിനകത്ത് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ വെൻ ഫാർ ആൻഡ് ഫിക്സഡ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ സ്റ്റിഫ്നെസ്സും. ഓക്കെ, സോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് L3/12EIയും സ്റ്റിഫ്നെസ് 12EI/L3 ആണ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. സോ ഒരു ബീമിന്റെ ഫാർ ആൻഡ് ഫിക്സഡ് ആണ്, അതിന്റെ വൺ എൻഡിൽ ചെറിയൊരു ഇത് 12EI/L3. ഓക്കെ, 12EI/L3 ആണ് ആ ഡയറക്ഷനിൽ വരുന്ന റിയാക്ഷൻ. സോ അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ പറയുന്നത് 12 യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന റിയാക്ഷൻ 12EI/L3 ആണ്. അതിന്റെ നേരെ റെസിപ്രോക്കൽ വരും ഫ്ലെക്സിബിലിറ്റി L3/12EI. ഓക്കെ, ഇനി ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ബീം ആണെങ്കിൽ, ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ട് വരുന്ന ബീമിലാണ് ഇതുപോലത്തെ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്, ഒരു ഡെൽറ്റ ഡിസ്പ്ലേസ്മെന്റ് വരുന്നതെങ്കിൽ ആ ഫിക്സഡ് സപ്പോർട്ടിന്റെ അവിടെ മാത്രമേ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതിന്റെ വാല്യൂ 3EI/L² ഡെൽറ്റ ആണ്. ഓക്കെ, ആ മൊമെന്റിന്റെ വാല്യൂ 3EI/L² ഡെൽറ്റ ആണ്.
സോ ഇവിടെ വരുന്ന റിയാക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 3EI/L³ ആണ്. ഓക്കെ, സോ അപ്പോൾ സ്റ്റിഫ്നെസ് ആ ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ അവിടെ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3EI/L³ ആണ്. സോ അതിന്റെ സ്റ്റിഫ്നെസ് 3EI/L³ഉം ഫ്ലെക്സിബിലിറ്റി L³ ഡിവൈഡഡ് ബൈ 3EI ആണ്. അത് ഓർത്ത് വെക്കുക. ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ബീംസിനാണ് കേട്ടോ. ഫാർ എൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ബീംസിന് സ്റ്റിഫ്നെസ് 3EI/L³ഉം ഫ്ലെക്സിബിലിറ്റി L³/3EI. എളുപ്പത്തിന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഏതെങ്കിലും ഒരു ടേം മാത്രം പഠിച്ചു വെക്കുക. ഒന്നിൽ സ്റ്റിഫ്നെസ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി മാത്രം പഠിക്കുക. സ്റ്റിഫ്നെസ് അറിയാമെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ സ്റ്റിഫ്നെസ് ആയിരിക്കും പഠിക്കാൻ കൂടുതൽ എളുപ്പം. സോ സ്റ്റിഫ്നെസ് പഠിച്ചു വെക്കുക. ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ബീമിനകത്ത് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 3EI/L³ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലെക്സുറൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതായത് റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, വിത്ത് ഫാർ ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബീമിനകത്ത് ഒരു റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന മൊമെന്റ്, ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 4EI/L ആയിരിക്കും. സോ സ്റ്റിഫ്നെസ് 4EI/L ആണ്. ഫ്ലെക്സിബിലിറ്റി L/4EI ആയിരിക്കും. സിമിലർലി വിത്ത് ഫാർ ആൻഡ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ബീമിനകത്ത് ഒരു യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 3EI/L ആണ്. സോ സ്റ്റിഫ്നെസ് 3EI/L-ഉം അതുപോലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് L/3EI ആയിരിക്കും. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി L/3EI-യും സ്റ്റിഫ്നെസ് 3EI/L-ഉം ആണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഇത് പഠിച്ചു വെക്കണം. കാരണം ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് എക്സാമിന് സ്റ്റിഫ്നെസ്സും അതുപോലെ ഫ്ലെക്സിബിലിറ്റി. ട്രസിന്റെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു ആക്സിയൽ മെമ്പർ ആണെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് എപ്പോഴും AE/L ആയിരിക്കും. അതുപോലെ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബീം വിത്ത് ഫാർ ആൻഡ് ഫിക്സഡ് ആണെങ്കിൽ 12EI/L³ഉം ഫാർ ആൻഡ് ഹിഞ്ച് ആണെങ്കിൽ 3EI/L³. ഹിഞ്ച് ആണെങ്കിൽ ഓർക്കുക അവിടെ വരുന്ന സ്റ്റിഫ്നെസ് കുറവായിരിക്കും അല്ലെ. ഒരു ഫിക്സഡ് സപ്പോർട്ടിന്റെ അത്രയും സ്റ്റിഫ്നെസ് ഒരിക്കലും ഹിഞ്ചിൽ വരില്ല. അതുകൊണ്ട് തന്നെ ഹിഞ്ച് ആണെങ്കിൽ സ്റ്റിഫ്നെസ് കുറവായിരിക്കും, 3EI/L³ഉം ഫിക്സഡ് ആണെങ്കിൽ 12EI/L³ ആണ്. ദെൻ ഫ്ലക്സുറൽ ഡിസ്പ്ലേസ്മെന്റ്, ഇനി നമുക്കൊരു റൊട്ടേഷൻ ആണ് നമ്മൾ വരുന്നതെങ്കിൽ, ഒരു യൂണിറ്റ് റൊട്ടേഷൻ ആണ് വരുന്നതെങ്കിൽ ഫാർ ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ബീമിനകത്താണെങ്കിൽ സ്റ്റിഫ്നെസ് 4EI/L ആയിരിക്കും. ഫാർ ആൻഡ് ഹിഞ്ച് ആണെങ്കിൽ സ്റ്റിഫ്നെസ് കുറയും, 3EI/L ആണ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞു തന്നെയാണ് സ്റ്റിഫ്നെസ് ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ആക്സിയൽ മെമ്പർ ആണെങ്കിൽ സ്റ്റിഫ്നെസ് AE/L. ദെൻ പോയിന്റ് ലോഡ് റിക്വയർഡ് ഫോർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് 12EI/L³. അതിൽ റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ 4EI/L. ഇനി നെക്സ്റ്റ് ഒരു ബീം സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം കൺസിഡറിങ് ട്രാൻസ്ലേഷൻ ഉള്ളി. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ട്രാൻസ്ലേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബീമാണ്. ഒരു ബീമിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് 12EI/L³ മൈനസ് 12EI/L³, ദെൻ മൈനസ് 12EI/L³, 12EI/L³. 12EI മാത്രമേ വരുള്ളൂ. ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിലെ ട്രാൻസ്ലേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബീമിന്റെ. അതിൽ ഇമ്പോർട്ടന്റ് ഇതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം കൺസിഡറിങ് ഒൺലി റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമുക്കറിയാം ബീം എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സുറൽ മെമ്പർ ആണ്. അതിന്റെ റൊട്ടേഷൻ മാത്രമാണ് നമ്മൾ മിക്കവാറും കൺസിഡർ ചെയ്യാറുള്ളൂ. സോ റൊട്ടേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബീമിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് K എന്ന് പറയുന്നത് 4EI/L, then 2EI/L, 2EI/L, 4EI/L. ഓക്കെ, ഇത് ഞാൻ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഒരു മെട്രിക്സ്. സോ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം കൺസിഡറിങ് ഓൺലി ഡിഗ്രി ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ K എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 2EI/L, 2EI/L into 2, 1, 1, 2. ഇങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓപ്ഷനിൽ 2EI/L into 2, 1, 1, 2. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4EI/L, 2EI/L, then 4EI/L, 2EI/L, 4EI/L. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 1-2 എക്സാംസിൽ ഈ ഒരു മെട്രിക്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം കൺസിഡറിങ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് കാന്റിലിവർ കൺസിഡറിങ് ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഉള്ളി. സോ ഫ്രീ എൻഡിൽ മാത്രം ഡിഫ്ലക്ഷൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്, അതായത് ഇവിടെ ഒറ്റ ഒരു കോർഡിനേറ്റ് മാത്രമുള്ള ഒരു കാന്റിലിവർ ബീമിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഫ്ലെക്സിബിലിറ്റി
L cube divided by 3EI ആണ്. Okay, cantilever beam considering only deflection at the free end ആണെങ്കിൽ flexibility L cube divided by 3EI. Then considering rotation at free end only, ഇനി cantileverന്റെ free endൽ rotation മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ flexibility L by EI ആണ്. ഓക്കെ, അതിന്റെ flexibility L by EI യും ഡിസ്പ്ലേസ്മെന്റ് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ളതിന്റെ L cube by 3EI ആണ്. Then considering 2 degree of freedom, അതായത് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലെ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കാൻഡിലിവർ ബീം ആണെങ്കിൽ അതിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് L cube by 3EI, L square by 2EI, L square by 2EI, L by EI. ഓക്കെ, സോ ഇത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. L cube by 3EI, L square by 2EI, L square by 2EI, then L by EI. ഒരിക്കലും ഡയഗണൽ ടേംസ് ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് മാത്രമാണ് സെയിം ആയിട്ട് വരുള്ളൂ, അതും ശ്രദ്ധിക്കുക. സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും എപ്പോഴും ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ സ്റ്റിഫ്നെസ്സും. ദെൻ ഫോഴ്സ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് റൊട്ടേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബീമിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് L by 6EI into 2 minus 1 minus 2, 2 minus 1 minus 1 2. സോ ഈ ഒരു മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ റൊട്ടേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് L divided by 6EI into 2 minus 1 minus 1 2. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റിഫ്നെസ്സിലും ഫ്ലെക്സിബിലിറ്റിയിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിനകത്ത് സ്റ്റിഫ്നെസ് ഏതെങ്കിലും ഒരു പഠിച്ചു വെക്കുക, സ്റ്റിഫ്നെസ്സിന്റെ വാല്യൂ പഠിച്ചു വെക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അതുപോലെ മെട്രിക്സ് കൂടുതലും ഇങ്ങനത്തെ കണ്ടിന്യൂഡ് ബീം ഹാവിംഗ് 2 degrees of freedom, അതിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും എന്തായാലും പഠിച്ചു വെക്കുക, അത് ചോദിക്കാറുണ്ട് എക്സാം. ഓക്കെ, സോ ടോപ്പിക് ഈസ് ആർച്ചസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് ആണ് ആർച്ചസ്. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ആർച്ചസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ആർച്ചസ് ഇറ്റ് സപ്പോർട്ട് ലോഡ് പ്രൈമർലി ഇൻ കംപ്രഷൻ. ഓക്കെ, സോ ആർച്ചസിൽ മെയിൻ ആയിട്ടും വരുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്രഷൻ ആയിരിക്കും. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഷേപ്സ് ദർ ആർ 2 types of arches, that is circular arch and parabolic arch. This is classification based on shape ആണ്. സർക്കുലർ ആർച്ചും പരാബോളിക് ആർച്ചും behavior, the arches are 3-hinged arch, 2-hinged arch and fixed arch. Based on structural behavior, one is static ആണ് by using equilibrium equation. Okay, so 3-hinged arch is a statically determinate arch and 2-hinged and fixed arch are statically indeterminate. Okay, statically indeterminate arches ആണ് 2-hinged then fixed arch. Okay, then internal forces of arch. ഒരു ആർച്ചിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സസ്, അതിനകത്ത് 3 ഇന്റേണൽ ഫോഴ്സ് ആണ് ഒരു ആർച്ചിന്റെ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മളൊരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ, കട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സസ് 3 ഇന്റേണൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും ആർച്ചിൽ. സോ ദ 3 ഇന്റേണൽ ഫോഴ്സസ് ആർ ബെൻഡിങ് മൊമെന്റ് M, ദെൻ റേഡിയൽ ഷിയർ ആണ് Q, ദെൻ നോർമൽ ത്രസ്റ്റ് N. ഓക്കെ, അങ്ങനെ 3 ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് M, ദെൻ നോർമൽ ത്രസ്റ്റ് N, ഈ ഒരു സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ ത്രസ്റ്റ് ഉണ്ടാവും. ദെൻ റേഡിയൽ ഷിയർ. ഓക്കെ, റേഡിയൽ ഡയറക്ഷനിൽ വരുന്ന ഒരു ഷിയർ ആണ് റേഡിയൽ ഷിയർ. Q അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്നാണ്. സോ MNQ ആണ് 3 ഇന്റേണൽ ഫോഴ്സസ് ആണ് ഒരു ആർച്ചിന്റെ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സസ് ഇൻ ആൻ ആർച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 3 വരുള്ളൂ: ബെൻഡിങ് മൊമെന്റ്, റേഡിയൽ ഷിയർ, ദെൻ നോർമൽ ത്രസ്റ്റ്. ഓക്കെ, ഇനി ആർച്ചിന്റെ ടോപ്പിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് എഡ്ഡീസ് തിയറം എന്ന് പറയുന്നത്. So Eddy's theorem states that
The bending moment at any section of an arch is equal to the vertical intercept between the linear arch and the center line of actual arch. Okay, this is Eddy's theorem. So Eddy's theorem പറയുന്നത് ഇതാണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് ആൻ ആർച്ച്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ദ vertical intercept. So this is a vertical intercept between the linear arch and center line of actual arch. So actual archന്റെ ലൈൻ ആണ് ഇവിടെ O3 എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്നത്. This is a line of center line of actual arch. Then ലീനിയർ ആർച്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലോഡ് വെച്ച് ഓരോ പോയിന്റിലെയും ടെൻഷൻ അവിടെ വരുന്ന അല്ലെങ്കിൽ കംപ്രഷനെ നമ്മൾ ലീനിയർ ആയിട്ട് വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലീനിയർ ആർച്ച് എന്ന് പറയുന്നത്. സോ ഈ ലീനിയർ ആർച്ചിന്റെ പ്രത്യേകത ഇതാണ്, ഇത് ലീനിയർ ആണെങ്കിലും ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരച്ചിരിക്കുന്ന ഷേപ്പാണ് ലീനിയർ ആർച്ച്. സോ ലീനിയർ ആർച്ചിന്റെയും തിയററ്റിക്കൽ ആർച്ചിന്റെയും തമ്മിലുള്ള വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡിനേറ്റ് O2 O3 ഇൻറ്റു സ്കെയിൽ ഫാക്ടർ. ഇത് ഫിഗർ വരച്ചിരിക്കുന്നതിന്റെ സ്കെയിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ആർച്ച്. സോ തിയറം ഓർത്തിരിക്കുക, എഡ്ഡീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ബെൻഡിങ് മൊമെന്റ്, എഡ്ഡീസ് തിയറം വെച്ച് നമുക്ക് കിട്ടുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ആൻ ആർച്ച് ആണ്. അതാണ് ചോദിക്കുന്നത്. എഡ്ഡീസ് തിയറം വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് bending moment at any section of an arch, and this bending moment is equal to the vertical intercept between the linear arch and center line of actual arch. So that's a linear arch എന്ന് പറയുന്നത്. So if an arch is to take loads, say W1, W2 and W3, and a vector diagram and funicular polygon are plotted as shown in figure, the funicular polygon is known as linear arch or theoretical arch. Okay. സോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പോളിഗൺ, ഈ ഒരു വെക്ടർ ഡയഗ്രാം വെച്ച് ഓരോ സെക്ഷൻ ബൈ സെക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് OT ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. ദെൻ ഓരോ ലോഡും ഓരോ വെക്ടർ ഡയഗ്രാം ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ സ്പേസ് ഡയഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ലീനിയർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ലീനിയർ ആർച്ചും അതുപോലെ ആക്ച്വൽ ആർച്ചിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വെച്ചിട്ടാണ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എഡ്ഡീസ് തിയറം. സോ നെക്സ്റ്റ് 3 ഹിഞ്ച് ആർച്ച്. 3 ഹിഞ്ച് എന്ന് പറയുന്നത് 3 ഹിഞ്ച് വരും, 2 സപ്പോർട്ടിലും അതുപോലെ അതിന്റെ ക്രൗൺ പോയിന്റിലുമാണ് 3rd ഹിഞ്ച്. Then 2 hinged arch. 2 hinged arch indeterminate ആണ്. Similarly fixed archum statically indeterminate ആണ്. Then next 3 hinged arch. So 3 hinged arch ആണ് കൂടുതൽ ചോദിക്കുന്നത്, കാരണം എപ്പോഴും ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർച്ച് 3 hinged arch ആണ്. 3 hinged arch 2 ടൈപ്പ് ഉണ്ട്, പരാബോളിക് ആർച്ച് ആൻഡ് സർക്കുലർ ആർച്ച്. ഫസ്റ്റ് സർക്കുലർ ആർച്ച്. സർക്കുലർ ആർച്ചിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. Circular arch, from the property of a circle, the radius of the arch r equal to L square by 8h plus h എന്ന് പറയുന്നത് അതിന്റെ റൈസ് ആണ്, സെന്ററിലെ റൈസ് ആണ് h. സോ L square by 8h plus h by 2 ആണ് റേഡിയസ് ഓഫ് ആൻ ആർച്ച്, ഓഫ് എ സർക്കുലർ ആർച്ച്. Then taking origin at support A, the ordinates of any point D on the arch. Okay. So particular point D ചോദിച്ചു കഴിഞ്ഞാൽ ആ D യിലേക്കുള്ള ഓർഡിനേറ്റ്സ് x and y ആണ്. D യിലേക്കുള്ള ഓർഡിനേറ്റ്സ്. This is x. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് പോയിന്റ് D യിലേക്ക് വരുന്ന ഓർഡിനേറ്റ് x ഉം, and this is y. So ഈ ഒരു xyയുടെ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോയിന്റ് ഡിയിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി ഇന്റർമീഡിയറ്റ് പോയിന്റ് ഓഫ് ആൻ ആർച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് നോ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ,
സോ എക്സ് മിക്കവാറും ക്വസ്റ്റ്യനിലെല്ലാം എക്സ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ഏത് പോയിന്റിലായിരിക്കും എന്നുള്ളത് നമുക്ക് എക്സ് എന്തായാലും തന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു വൈ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വൈ ഈക്വൽ ടു h മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, സോ ഇതാണ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. y ഈക്വൽ ടു h മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, സോ ഇതിനകത്ത് h എന്ന് പറയുന്നത് റൈസ് ആണ്, r റേഡിയസ്, ദെൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഈ സെന്ററിൽ വരുന്ന ഈ ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് റേഡിയസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ആർച്ചിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയസ് അറിയാമെങ്കിൽ ഒന്നുകിൽ സൈൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ. സൈൻ തീറ്റ വെച്ചിട്ടുണ്ട്, സൈൻ തീറ്റ ഈക്വൽ ടു ദിസ് എക്സ് ഡാഷ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ആർ. എക്സ് ഡാഷ് ബൈ ആർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈൻ തീറ്റ വെച്ചിട്ട് തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് റേഡിയസ് അറിയണം. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. റേഡിയസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8h പ്ലസ് h/2 ആണ് റേഡിയസ്. റേഡിയസ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് y ആൻഡ് ഓൾസോ തീറ്റ. തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പരാബോളിക് ആർച്ച് ആണ്. സോ സർക്കുലർ ആർച്ചിന്റെ ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു അറിഞ്ഞിരിക്കുക. അതിന്റെ റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ y ഡിസ്റ്റൻസും, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. y ഡിസ്റ്റൻസ് h മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ് y ഡിസ്റ്റൻസ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് y ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ y ഈക്വൽ ടു h മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. എക്സ് മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എക്സിന്റെ വാല്യൂ. സോ നെക്സ്റ്റ് parabolic arch. In case of a parabolic arch taking the springing point as origin, its equation is. Parabolic archന്റെ കേസിൽ y കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. y ഈക്വൽ ടു 4hx ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഓക്കെ, hx എന്ന് പറയുന്നത് ഈ സ്പ്രിംഗിങ് പോയിന്റ് എന്ന് പറയുന്നതിന്റെ സപ്പോർട്ടിൽ വരുന്ന ഈ പോയിന്റ് ആണ്. പോയിന്റ് എ ആണ് സ്പ്രിംഗിങ് പോയിന്റ്. ഈ പോയിന്റും ഏത് പോയിന്റിലാണോ മൊമെന്റ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ഡി, അതിനകത്തേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ദെൻ ആ പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y. ഓക്കെ, സോ ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പരാബോളിക് ആർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് y ഈക്വൽ ടു 4hx ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൽ മൈനസ് എക്സ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് പരാബോളിക് ആർച്ച് ടേക്കിംഗ് സ്പ്രിംഗിങ് പോയിന്റ് ആസ് ഒറിജിൻ. ഇത് സ്പ്രിംഗിങ് പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുക്കുമ്പോഴാണ് y ഈക്വൽ ടു 4hx ബൈ എൽ സ്ക്വയർ ഇൻറ്റു എൽ മൈനസ് എക്സ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് ദ ക്രൗൺ ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, ദ ഇക്വേഷൻ ഓഫ് പരാബോളിക് കർവ് ഈസ് എക്സ് സ്ക്വയർ ബൈ y ഈക്വൽ ടു a. ഇനി പരാബോളിക് ആർച്ചിന്റെ കേസിൽ ഈ ക്രൗൺ പോയിന്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വരുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അന്നേരം മാറും. എക്സ് സ്ക്വയർ ബൈ y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നായിരിക്കും നമ്മൾ അന്നേരം എടുക്കുന്ന ഇക്വേഷൻ, ക്രൗൺ പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇനി എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ കിട്ടുന്നത് ഇഫ് ദ സ്പ്രിംഗിങ് പോയിന്റ്സ് ആർ അറ്റ് ദ സെയിം ലെവൽ ദെൻ എക്സ് എന്ന് പറയുന്നത് L/2 ആയിരിക്കും. എക്സ് ഡിസ്റ്റൻസ് ഈക്വൽ ടു L/2, y ഈക്വൽ ടു എക്സ് സെന്ററിലുള്ള പോയിന്റ് ആണ്. y ഈക്വൽ ടു h ആണെങ്കിൽ a എന്ന് പറയുന്നത് L സ്ക്വയർ ബൈ 4h കിട്ടും. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ y ഈക്വൽ ടു L സ്ക്വയർ ബൈ 4h ആണ്. ഈ ഒരു ഇക്വേഷൻ വരുന്നത് ക്രൗൺ പോയിന്റിനെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ്. പരാബോളിക് ആർച്ചിൽ ക്രൗൺ ഒറിജിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ y ഈക്വൽ ടു L സ്ക്വയർ ബൈ 4h ആണ്. ഓക്കെ, സോ ഇതിലും ഇമ്പോർട്ടന്റ് ഫസ്റ്റത്തെ സ്പ്രിംഗിങ് പോയിന്റ് ഒറിജിൻ ആയിട്ടുള്ള പരാബോളയാണ്. ഒരു സ്പ്രിംഗിങ് പോയിന്റ് ഒറിജിൻ ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. y ഈക്വൽ ടു 4hx by L square into L minus x. Okay. Then a typical parabolic arch with the springing points at different levels. Load alla different levels aanu. Different levels support ചെയ്തിരിക്കുന്ന arch. Springing points at different levels ആണെങ്കിൽ അതിന്റെ L1 L2 span calculate ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് മിക്കവാറും
ക്വസ്റ്റ്യനിൽ ടോട്ടൽ സ്പാൻ എൽ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഈ ഒരു ടോട്ടൽ സ്പാൻ എൽ ആയിരിക്കും തരുന്നത്. അതിൻ്റെ L1 L2 A to C വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L1ഉം ഫ്രം C to B വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2 ആണ്. സോ L1 L2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. L1 ഈക്വൽ ടു L ഇൻറ്റു റൂട്ട് ഓഫ് H1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് H1 പ്ലസ് റൂട്ട് ഓഫ് H2. ഓക്കെ, സോ H1 എന്ന് പറയുന്നത് ഫ്രം A ടു ക്രൗൺ വരെയുള്ള റൈസ് ആണ് H1. H2 എന്ന് പറയുന്നത് ഫ്രം B ടു ക്രൗൺ ഡിസ്റ്റൻസ് ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് H2. So L1 equal to L into root of H1 divided by root of H1 plus root of H2. L2 equal to L into root of H2 divided by root of H1 plus root of H2. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റത് എഴുതാവുന്നതേ ഉള്ളൂ. L1 ഈക്വൽ ടു L into root of H1, അടുത്തത് L into root of H2 ആണെന്ന് മാത്രം, L2. ഓക്കെ, ഇനി അനാലിസിസ് ഫോർ സ്റ്റാറ്റിക് ലോഡ്സ്. സോ ഒരു ആർച്ചിന്റെ അനാലിസിസ് എങ്ങനെ, ഒരു 3 hinge ആർച്ചിന്റെ അനാലിസിസ്. So arches വരുന്ന റിയാക്ഷൻ കമ്പോണൻസ്, there are 4 reaction components in a 3 hinge arch. രണ്ട് സപ്പോർട്ടിലുമായിട്ട് 2 റിയാക്ഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. 2 വെർട്ടിക്കൽ റിയാക്ഷനും 2 ഹൊറിസോണ്ടൽ റിയാക്ഷനും, ദാറ്റ് ഈസ് VA, VB and HA and HB are the reaction components. Okay, so since the structure is statically determinate, we can analyze it using equilibrium equation. Okay, so equilibrium equations വെച്ച് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ആർച്ച് തന്നു കഴിഞ്ഞാൽ അതിന്റെ 2 വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സിംപ്ലി ഈ ആർച്ച് തന്നിരിക്കുന്ന ലോഡ്, അത് ഡയറക്റ്റ് ലോഡ് അങ്ങനെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എങ്ങനെയാണോ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് ഔട്ട് VA and VB. അതുപോലെയാണ് VA and VB കണ്ടുപിടിക്കുന്നത്. ആ സെയിം ലോഡിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും VA and VB. ഇനി HA കാൽക്കുലേറ്റ് ചെയ്യാൻ, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് HA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടേക്ക് മൊമെന്റ് അബൌട്ട് C ആണ്. മൊമെന്റ് അബൌട്ട് C എടുക്കും. മൊമെന്റ് അബൌട്ട് C ഏതെങ്കിലും എയ്തർ ഫ്രം റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് ആണ്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ മൊമെന്റ് എടുത്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, സോ H അറിയണമെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ മൊമെന്റ് H ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് H ആണ്. HA ഇൻറ്റു സ്മോൾ h ആണ് ഇവിടെ വരുന്ന മൊമെന്റ്. ഓക്കെ, സോ മൊമെന്റ് അബൌട്ട് C എടുത്തു കഴിയുമ്പോഴാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ കിട്ടുന്നത്. For any plane structure, there are 3 independent equations of equilibrium which can be used conveniently. That is sigma f of h equal to 0, sigma f of v equal to 0, then ma or mb equal to 0. അങ്ങനെ 3 equilibrium equations ആണുള്ളത്. In this case, the fourth equation is also available, that is mc equal to 0. That is since C is a hinge. Fourth equation കിട്ടുന്നത് C ലാണ്, crown point ൽ. Since C is a hinge, the moment at hinge equal to 0. And if no horizontal load is acting, which is a usual case, then HA equal to HB ആയിരിക്കും. ഓക്കെ, സോ ഈ കേസിൽ ആർച്ചിന്റെ കേസിൽ ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ രണ്ടിടത്തും ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ സെയിം ആയിരിക്കും. HA equal to HB ആയിരിക്കും if there is no horizontal load is acting on this arch. Okay, then next ഇതിനകത്ത് വരുന്ന നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. സോ നോർമൽ ത്രസ്റ്റ് N ഈക്വൽ ടു V സൈൻ തീറ്റ പ്ലസ് H കോസ് തീറ്റയാണ്. ഓക്കെ, നോർമൽ ത്രസ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. നോർമൽ ത്രസ്റ്റ് N ഈക്വൽ ടു V സൈൻ തീറ്റ പ്ലസ് H കോസ് തീറ്റ, വേർ V is a vertical shear at the point D. ഏത് പോയിന്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഏത് പോയിന്റിലെ നോർമൽ ത്രസ്റ്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അവിടുത്തെ വെർട്ടിക്കൽ ഷിയർ ആണ് V എന്ന് പറയുന്നത്. സോ വെർട്ടിക്കൽ ഷിയർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പർട്ടിക്കുലർ പോയിന്റിലെ ഷിയർ ഫോഴ്സ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു സെക്ഷൻ എടുക്കുക. സെക്ഷന്റെ ഒന്നിലേക്ക് റൈറ്റിലേക്ക് നോക്കുക അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നോക്കുക. ഓൾജിബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ലോഡ്സ് ആണ് വെർട്ടിക്കൽ ഷിയർ എന്ന് പറയുന്നത്. ആർച്ചിന്റെ കേസിലും സെയിം തന്നെയാണ്. സോ ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് VA മൈനസ് W1 ആണ്. ഓക്കെ, VA മൈനസ് W1 ആണ് വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്. സോ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ് വെർട്ടിക്കൽ ഷിയർ V ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. V സൈൻ തീറ്റ പ്ലസ് H കോസ് തീറ്റ ആണ്. H എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്.
എച്ച് ബി ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ എപ്പോഴും നമ്മളിവിടെ സപ്പോർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന എച്ച് തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ എച്ച് സെയിം തന്നെയാണ്. ഓക്കെ, സോ നോർമൽ ത്രസ്റ്റ് എൻ ഈക്വൽ ടു വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ ആണ്. അതുപോലെ തന്നെ ക്യൂ റേഡിയൽ ഷിയർ ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിച്ചു വെക്കാൻ. നോർമൽ ത്രസ്റ്റ് ആൻഡ് റേഡിയൽ ഷിയർ ഓഫ് ആർച്ച് ആണ് 3 ഹിഞ്ച് ആർച്ച്. നോർമൽ ത്രസ്റ്റ് ഒരെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും എഴുതാൻ പറ്റും. നോർമൽ ത്രസ്റ്റ് മാത്രം പഠിച്ചു വെക്കാൻ. നോർമൽ ത്രസ്റ്റ് എൻ ഈക്വൽ ടു വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ ആണ്. അടുത്ത് ക്യൂ എഴുതുമ്പം വി സൈൻ തീറ്റയ്ക്ക് വരും കോസ് തീറ്റ, പ്ലസിന് പകരം മൈനസ് വരും, ദെൻ കോസ് തീറ്റ കഴിയുമ്പോൾ അടുത്തതിൽ ക്യൂവിൽ വരുന്നത് സൈൻ തീറ്റ. സോ അങ്ങനെ പഠിച്ചു വെക്കുക. നോർമൽ ത്രസ്റ്റ് എൻ ഈക്വൽ ടു വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റയും റേഡിയൽ ഷിയർ ക്യൂ ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ അതിന്റെ മൊമെന്റ് വാല്യൂസ്. 3 ഹിഞ്ച് സെമി സർക്കുലർ ആർച്ച്, ഒരു 3 ഹിഞ്ച് സെമി സർക്കുലർ ആർച്ചിന്റെ which is subjected to UDL. Okay, this is a 3 hinge semi circular arch subjected to UDL ആണെങ്കിൽ അതിന്റെ vertical reaction VA and VB വരുന്നത് W into total load. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എന്താ? R plus R 2R. W into 2R by 2 ആണ്. ദാറ്റ് ഈസ് WR ആണ് VA and VB വരുന്നത്. ഓക്കെ, സോ ഇത് UDL ആണ്. സോ UDL ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ UDL ആണെങ്കിൽ രണ്ടിടത്തും വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് WL/2 ആണ് റിയാക്ഷൻ വരുന്നത്. ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എല്ലിന് പകരം ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 2R ആണ്. സോ W into 2R by 2. സോ 2 ക്യാൻസൽ ആയാൽ WR. VA and VB ഈക്വൽ ടു WR ഉം H ഈക്വൽ ടു WR/2 ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് WR/2. Then maximum bending moment. Okay, maximum bending moment എന്ന് പറയുന്നത് minus WR²/8 ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അത് വരുന്ന പോയിന്റ് അറ്റ് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയിലാണ്. ഓക്കെ, തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയിലാണ് സെമി സർക്കുലർ ആർച്ചിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അതിന്റെ വാല്യൂ മൈനസ് WR²/8. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓഫ് എ 3 ഹിഞ്ച് സെമി സർക്കുലർ ആർച്ച് ആണ് കേട്ടോ. സെമി സർക്കുലർ ആർച്ചിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് മൈനസ് WR²/8 when it is subjected to UDL. And when this arch is subjected to concentrated load at crown, then horizontal thrust equal to VA equal to VB equal to W/2 ആണ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റും VAയും VBയുടെയും വാല്യൂ എന്ന് പറയുന്നത് W/2 ആണ്. ഈ കേസിൽ ഇതിന്റെ ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് M ഈക്വൽ ടു 0 ആയിരിക്കും when it is subjected to concentrated load at crown. കാരണം സിമെട്രിക് ആണ്. എച്ചും W/2 ആണ്, വിയും W/2 ആണ്. ഇനി നമ്മൾ ഏതൊരു സെക്ഷൻ എടുത്തിട്ട് ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സിൽ ഒരു സെക്ഷൻ എടുത്തു, പോയിന്റ് D, അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എച്ച് കൊണ്ട് വരുന്ന മൊമെന്റും വി കൊണ്ട് വരുന്ന മൊമെന്റും ആണ്. നോക്കുക, എച്ചും W/2 ആണ്. ആ മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വി കൊണ്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നതും സെയിം തന്നെ വരും, W/2 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും. സോ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെൻ ഇറ്റ് ഈസ് സബ്ജക്ട് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ക്രൗൺ. സെമി സർക്കുലർ ആർച്ചിൽ ക്രൗൺ പോയിന്റിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എവറി പോയിന്റ് ഈക്വൽ ടു 0യും ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈക്വൽ ടു VA ഈക്വൽ ടു VB ഈക്വൽ ടു W/2 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 3 ഹിഞ്ച് പരാബോളിക് ആർച്ച് ആണ്. ഓക്കെ, 3 ഹിഞ്ച് പരാബോളിക് ആർച്ച് parabolic arch subjected to UDL. Parabolic arch UDL വന്നു കഴിഞ്ഞാൽ VA and VB equal to WL/2 ആണ്. ഓക്കെ, രണ്ടിടത്തും റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. ദെൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈക്വൽ ടു WL²/8H ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് WL²/8H ആണ്. ഇതും കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരാബോളിക് ആർച്ചിൽ UDL ആക്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ. ഓക്കെ, WL²/8H ആണ്. ഓക്കെ, ഇതിൽ പിന്നെ കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ WL²/8H എന്ന് പറയുന്നത് ക്രൗൺ ഡിസ്റ്റൻസ് H ആവുമ്പോഴാണ്. ചില കേസിൽ അവർ ഇഫ് ദ ക്രൗൺ ഡിസ്റ്റൻസ് ഈസ് H/2 എന്നൊക്കെ തരും.
സോ അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു വാല്യൂ WL²/8H വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റിപ്പോവും. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് വേണം ഇതുപോലത്തെ ഹൊറിസോണ്ടൽ ആർച്ചിന്റെ കേസിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടായിരിക്കും ആർച്ചിന്റെ കേസിലൊക്കെ ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ആർച്ചിന്റെ കേസിൽ എപ്പോഴും ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആയിരിക്കും ചോദിക്കുക. ഹൊറിസോണ്ടലിൽ തന്നെ ഒന്നല്ലെങ്കിൽ 3 hinged പരാബോളിക് ആർച്ച് അല്ലെങ്കിൽ സെമി സർക്കുലർ ആർച്ച് ഏതെങ്കിലും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അതിനകത്ത് UDL വരുമ്പോൾ ഉള്ള ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണെങ്കിൽ WL²/8H ആണ്. ഓക്കെ. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് X ഫ്രം സപ്പോർട്ട് എ. ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ ആണിത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് X എന്ന് പറയുന്നത് VA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് X മൈനസ് WX²/2 മൈനസ് H ഇൻറ്റു Y. ഓക്കെ. ഈ ഒരു പോയിന്റിലെ മൊമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ബീമിന്റെ കേസിൽ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൊമെന്റ് എടുക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി അവിടെ വരുന്ന ഫോഴ്സസ് കൊണ്ടുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഫസ്റ്റ് വരും. വെർട്ടിക്കൽ റിയാക്ഷൻ VA കൊണ്ട് വരുന്ന മൊമെന്റ് VA ഇൻറ്റു ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് VA ഇൻറ്റു X. പിന്നെ വരുന്ന UDL ആണ് W ഇൻറ്റു X ഇൻറ്റു X/2. അതാണ് WX²/2. അത് ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൊമെന്റ് വരുന്നത്. സോ മൈനസ് WX²/2. പിന്നെ വരുന്നത് ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കൊണ്ട് പോയിന്റ് Xൽ വരുന്ന മൊമെന്റ് H ഇൻറ്റു ഈ Y ഡിസ്റ്റൻസ്. സോ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പം ഈ ഒരു Y ഡിസ്റ്റൻസ് നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് നമുക്ക് വൈയുടെ ആവശ്യം വരുന്നത്. Y കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. Y = 4HX ഇൻറ്റു L-X ഹോൾ ഡിവൈഡഡ് ബൈ L² ആണ്. ഓക്കെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് വൈയുടെ ആവശ്യം വരുന്നത്. സോ പരാബോളിക് ആർച്ചിന്റെ ഈ വൈയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കൂടുതൽ ഇമ്പോർട്ടന്റ് പരാബോളിക് ആണ്. സർക്കുലർ ഒന്നും അങ്ങനെ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. കൂടുതൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് പരാബോളിക് ആർച്ചാണ്. പരാബോളിക് ആർച്ചിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും അതുപോലെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റും ആണ്. ഓക്കെ. സോ ഞാൻ ഇതിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏത് പോർഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് 2 hinged സെമി സർക്കുലർ ആർച്ച് ആണ്. ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആർച്ചസ് ആണ്. സോ ഈ ആർച്ച് നമ്മൾ മിക്കവാറും സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ 2 hinged സെമി സർക്കുലർ ആർച്ച് എല്ലാം അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ 2 വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആർച്ചസിന്റെ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. 2 hinged സെമി സർക്കുലർ ആർച്ച് when it is subjected to a concentrated load at crown ആണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് W/π ആണ്. അതുപോലെ വെർട്ടിക്കൽ റിയാക്ഷൻ VA ആൻഡ് VB = W/2 H = W/π ആണ് കേട്ടോ. ദിസ് ഇസ് W/π. 2 hinged സെമി സർക്കുലർ ആർച്ച് ഓഫ് റേഡിയസ് R ക്യാരിയിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് W at crown ആണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് W/π ഓർത്ത് വെക്കുക. ഇനി ഹിഞ്ച് ക്രൗണിൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ രണ്ടും സെയിം തന്നെയാണ്, W/2 W/2. Then 2 hinged semicircular arch of radius R carrying a load W at a section and the radius over the corresponding radius vector corresponding to which makes an angle alpha with the horizontal, then horizontal thrust equal to W/π into sin square alpha. ഒരു എക്സെൻട്രിക് ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ 2 hinged semicircular ആർച്ചിൽ എക്സെൻട്രിക് ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് H = W/π into sin square alpha ആണ്. ഓക്കെ. ദിസ് ഇസ് എ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ. Then 2 hinged semicircular arch of radius R carrying a UDL. 2 hinged arch UDL, when it is subjected to UDL, horizontal thrust H = 4/3 WR/π ആണ്. Okay, horizontal thrust 4/3 WR/π. This is horizontal thrust of a 2 hinged arch, 2 hinged semicircular arch ആണ് ട്ടോ. Then 2 hinged semicircular arch of radius R carrying a distributed load that is uniformly varying from 0 at the left end to the W per unit run at the right. അതുപോലെ യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്ന
2 hinged arch ആണെങ്കിൽ horizontal thrust 2/3 WR/pi. Okay, 2/3 WR/pi ആണ് യൂണിഫോംലി വേരിയിങ് ലോഡ് വന്നു കഴിഞ്ഞാൽ. അതേപോലെ UDL വന്നു കഴിഞ്ഞാൽ 4/3 WR/pi ആണ്. ദെൻ എക്സെൻട്രിക് ലോഡിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ W/pi sin square ആൽഫയും ക്രൗണിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ W/pi ആണ്. ഇതെല്ലാം സെമി സർക്കുലർ ആർച്ചിന്റെ ആണ് കേട്ടോ. 2 hinge സെമി സർക്കുലർ ആർച്ച് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ടാണ് അതിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂസ് മാത്രം ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. 2 hinge സെമി സർക്കുലർ ആർച്ചിന്റെ സബ്ജക്ട് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ക്രൗൺ ആണെങ്കിൽ W/pi, എക്സെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ W/pi into sin square alpha. Then when it is subjected to UDL, horizontal thrust becomes 4/3 into WR/pi, and when it is subjected to uniformly varying load, then the horizontal thrust will be 2/3 WR/pi. Then 2 hinged parabolic arch. And 2 hinged parabolic arch, when it is subjected to UDL ആണെങ്കിൽ അതിന്റെ horizontal thrust WL²/8h ആണ്. അത് ഓർത്തിരിക്കുക. കാരണം 2 hinged parabolic archന്റെയും 3 hinged parabolic archന്റെയും horizontal thrust സെയിം ആണ്. 2 hinged parabolic archന്റെയും അതുപോലെ തന്നെ 3 hinge ആണെങ്കിലും horizontal thrust രണ്ടിന്റെയും കേസിൽ സെയിം ആണ്. H equal to WL²/8h. ഇനി 2 hinged parabolic arch, when it is subjected to a concentrated load at crown, then the horizontal thrust will be 25/128 WL/h. When it is subjected to a concentrated load W at the crown, H equal to 25/128 WL/h ആണ്. It's a parabolic arch. And when the half of the parabolic arch is loaded by UDL, the horizontal reaction WL²/16h ആണ്. parabolic archന്റെ പകുതി വരെ UDL 2 hinge ആണെങ്കിൽ Hന്റെ വാല്യൂ WL²/16h ആണ്. Then when it is subjected to uniformly varying load ആണെങ്കിലും സെയിം തന്നെയാണ്, WL²/16h ആണ്. ഓക്കെ, സോ ഇത്രയാണ് ആർച്ച്. ആർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 2-3 hinged ആർച്ചിന്റെ when it is subjected to UDL ആണെങ്കിൽ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റും ഹൊറിസോണ്ടൽ ത്രസ്റ്റും, ക്രൗൺ പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ വരുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റും ബെൻഡിങ് മൊമെന്റും. ദെൻ പാരാബോളിക് ആർച്ച്, പാരാബോളിക് ആർച്ചിന്റെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് WL²/8h. ഓക്കെ, സോ ഇത്രയും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ആർച്ചിന്റെ കേസിൽ. സോ നെക്സ്റ്റ് കേബിൾസ് ആണ്. ഓക്കെ, cable which is a flexible structure which cannot resist bending moment. It deflects so that bending moment is zero at any point, which is achieved by developing horizontal thrust at the support and thus developing appropriate deflection. So cable structure എന്ന് പറയുന്നത് it's a flexible structure which cannot resist any bending moment. അത് bending momentനെ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യില്ല. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ അതങ്ങ് ഡിഫോം ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ ഡിഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. ഇറ്റ് ഡിഫ്ലെക്ട്സ് സോ ദാറ്റ് ദ ബെൻഡിങ് മൊമെന്റ് ഈസ് സീറോ അറ്റ് എനി പോയിന്റ് വിച്ച് ഈസ് അച്ചീവ്ഡ് ബൈ ഡെവലപ്പിംഗ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. സോ കേബിൾസിന്റെ കേസിലും രണ്ട് സപ്പോർട്ടിലും രണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ വെർട്ടിക്കൽ റിയാക്ഷൻ VA ആൻഡ് VB കാണും. ദെൻ കേബിൾസിന്റെ കേസിലും നമ്മൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ആർച്ചിൽ ചെയ്ത് സെയിം തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു y ഡിസ്റ്റൻസ് അറിയാവുന്ന പോയിന്റിലേക്ക് ബെൻഡിങ് മൊമെന്റ് എടുക്കുക, ദെൻ ഇക്വേറ്റ് ഇറ്റ് ടു 0. കേബിളിന്റെ കേസിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് പോയിന്റിലേക്ക് നമുക്ക് വേണമെങ്കിലും മൊമെന്റ് എടുക്കാം, എല്ലാ പോയിന്റിലും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, കൺസിഡർ ദ കേബിൾ ഷോൺ ഇൻ ഫിഗർ which is subjected to various loads. Let the horizontal force develop BH and let VA and VB be the vertical reactions at the support A and B. At the section XX, let the deflection be Y. So this is a section XX. ഇതാണ് section X. അവിടെ വരുന്ന vertical distance Y ആണ്. Then bending moment at X, MX എന്ന് പറയുന്നത്, ഇവിടുത്തെ bending moment എന്ന് പറയുന്നത് VA into X.
VA into distance x minus W1 into x minus A1 minus W2 into x minus A2 minus h into y ആണ്. Okay. So since the cable is flexible, mx equal to 0, bending moment 0 ആയിട്ട് equate ചെയ്യാം. From that equation, we can find out the value of h. Horizontal thrust നെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay. ഇനി കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആ ഡിഫ്ലക്ഷൻ ആണ് y1, y2, y3 എന്ന് പറഞ്ഞിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഫിഗർ തന്നെ നോക്കുക. W1 ലോഡ് ആക്ട് ചെയ്യുന്നിടത്ത് ഈ ഒരു ഡിഫ്ലക്ഷൻ y1, y2 ആക്ട് ചെയ്യുന്നിടത്ത് y2, W2 ആക്ട് ചെയ്യുന്നിടത്ത് ഡിഫ്ലക്ഷൻ y2. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. So consider the cable of length L spanning over a horizontal gap small l subjected to concentrated load. Let VA and VB be the vertical reactions and H be the horizontal reaction at support. The equilibrium condition equal to HY equal to M beam. So ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് HY എന്ന് പറയുന്നത് moment due to horizontal thrust ആണ്. HY which is the moment due to horizontal thrust ആണ്. Moment due to horizontal thrust which is equal to ബീം മൊമെന്റ് ആണ്. ഇവിടെ ബീം മൊമെന്റ് എന്ന് എഴുതാൻ കാരണം ഇത്രയും ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സെയിം ലോഡ് ഒരു കണ്ടിന്യൂസ് ബീമിലോ അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിൽ വരുന്ന മൊമെന്റ് അതിന്റെ ഇക്വേഷൻ ആയിരിക്കും ഇത്. VA ഇൻറ്റു എക്സ് മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് A1 മൈനസ് W2 ഇൻറ്റു എക്സ് മൈനസ് A2 എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ബീം മൊമെന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മൊമെന്റ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഈക്വൽ ടു ബീം മൊമെന്റ് ആയിരിക്കും. So from that equation we can find out the deflection y equal to m beam divided by h ആണ്. Okay, m beam എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോയിന്റിലെ ബീം മൊമെന്റ് ഡിവൈഡഡ് ബൈ h. സോ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലെ ബീം മൊമെന്റ് അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് അതിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. y1 equal to m1 by h ആണ്. Where m1 is the bending moment at point 1. y2 equal to m2 by h. y2 എന്ന് പറയുന്നത് bending moment at point 2 ആണ്. സോ ഇവിടുത്തെ y2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ m2 എന്ന് പറയുന്നത് ഈ പോയിന്റിലെ പർട്ടിക്കുലർ പോയിന്റിലെ മൊമെന്റ് ആണ് m2. y2 ഈക്വൽ ടു m2 ബൈ h വെച്ചിട്ട് നമുക്ക് y2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എച്ചിന്റെ വാല്യൂ ആദ്യമേ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ അറിയാമെങ്കിൽ അത് വെച്ച് എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ എച്ചും ബി മൊമെന്റും വെച്ച് ബാക്കി എല്ലാ പോയിന്റിലെയും ഡിഫ്ലക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേബിൾ തന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ലോഡും കോൺസെൻട്രേറ്റഡ് ലോഡും തന്നിട്ടുണ്ടാവും. അത് വെച്ച് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഡിഫ്ലക്ഷൻ അറിയാവുന്ന ഒരു പോയിന്റിലേക്ക് ബെൻഡിങ് മൊമെന്റ് എടുക്കുക. ദെൻ ഇക്വേറ്റ് ടു 0. അത് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടും. ആ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂം ബി മൊമെന്റും അറിയാമെങ്കിൽ നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. Next, cable subjected to uniformly distributed load. So when a cable subjected to uniformly distributed load, the vertical reaction VA and VB will be WL by 2. അത് സാധാരണ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആക്ട് ചെയ്യുമ്പോൾ വരുന്ന സെയിം വെർട്ടിക്കൽ റിയാക്ഷൻ ആണ് VA and VB which is equal to WL by 2. Then horizontal thrustന്റെ വാല്യൂ ആർച്ചിന്റെ തന്നെ സെയിം വാല്യൂ ആണ് WL square by 8h. And a cable subjected to UDL ആണെങ്കിൽ the horizontal thrust will be WL square by 8h. Then if V is the shear at any section XX from distance x from A, then the tension of the cable T equal to root of V square plus H square ആണ്. So if we know the vertical shear at any point, then we can find out the tension in the cable. സോ പോയിന്റ് എക്സ്, ഈ ഒരു പോയിന്റ് എക്സിലെ വെർട്ടിക്കൽ ഷിയറിന്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ പോയിന്റ് എക്സിലെ കേബിളിന്റെ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വെർട്ടിക്കൽ ഷിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നോക്കി അവിടുത്തെ വെർട്ടിക്കൽ ഫോഴ്സിന്റെ ഓൾജിബ്രിക് സം കാണുക. ദെൻ ദ ടെൻഷൻ വിൽ ബി ടെൻഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. എച്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഇതിനകത്ത് ഏത് കേബിളിൽ ഏത് പോയിന്റ് എടുത്താലും ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് സെയിം ആയിരിക്കും. നമുക്ക് ആദ്യം കിട്ടുന്ന ആ സെയിം എച്ച് തന്നെയാണ് എല്ലാ പോയിന്റ് എടുത്താലും. ഓക്കെ.
സോ എച്ച് ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ദെൻ ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതറിയാമെങ്കിൽ നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ടെൻഷൻ ഓഫ് കേബിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, ദെൻ വി മാക്സ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു അറ്റ് സപ്പോർട്ട്. ഏറ്റവും മാക്സിമം വെർട്ടിക്കൽ ഷിയർ വരുന്നത് സപ്പോർട്ടിലാണ്, ദാറ്റ് ഇസ് ഡബ്ല്യു എൽ ബൈ ടു. സോ സപ്പോർട്ടിലായിരിക്കും കേബിളിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത്. കേബിളിൽ ടെൻഷൻ ഏറ്റവും കൂടുതൽ അറ്റ് ദ സപ്പോർട്ടാണ്. അവിടുത്തെ ടി മാക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഡബ്ല്യു എൽ ബൈ ടു ഓൾ സ്ക്വയർ പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8h ഓൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ ടെൻഷൻ മാക്സിമത്തിന്റെ വാല്യൂ ഇതാണ്. ദെൻ ടെൻഷൻ ഏറ്റവും മിനിമം വരുന്നത്, ഇത് ബി മാക്സ് അല്ല, ടെൻഷൻ മാക്സ് ആണ് കേട്ടോ. This is T max, WL by 2 into root of 1 plus L square by 16x square ആണ് maximum tension in a cable when it is subjected to UDL. മിനിമം ടെൻഷൻ വരുന്നത് സെന്ററിലാണ്, സെന്ററിലെ ടെൻഷൻ 0 ആണ്. വി മിനിമം, ഇത് വി ഷിയർ ഏറ്റവും മിനിമം വരുന്നത് സെന്ററിലാണ്. സോ ടെൻഷൻ ഏറ്റവും മിനിമം വരുന്നത് സെന്ററിലായിരിക്കും. മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് വാല്യൂ എച്ച് തന്നെയാണ്, റൂട്ട് ഓഫ് 0 plus h square. Then at any point, since the cable cannot resist shear, V equal to T sin theta. Okay, so ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ വെർട്ടിക്കൽ ഷിയർ എന്ന് പറയുന്നത് T sin theta ആണ്. If we know the value of tension, then we can find out vertical shear V equal to T sin theta. Okay, so ഇത്രയാണ് കേബിൾസിനകത്ത് വരുന്നത്. കേബിൾസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, when it is subjected to UDL, അതിനകത്ത് വരുന്ന വെർട്ടിക്കൽ reaction, then horizontal thrust WL square by 8h, then അതിനകത്ത് വരുന്ന tension T equal to root of V square plus h square, then maximum tension T max, then minimum tension വരുന്നത് സെന്ററിലായിരിക്കും, maximum tension വരുന്നത് സപ്പോർട്ടിലായിരിക്കും. ഓക്കെ, ടെൻഷൻ സപ്പോർട്ടിൽ വരുന്ന മാക്സിമം ടെൻഷന്റെ വാല്യൂ പഠിച്ചു വെക്കുക. അതുപോലെ സെന്ററിൽ വരുന്ന മിനിമം ടെൻഷൻ എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. ഓക്കെ, the next influence line diagram. Okay, influence line diagram, ഒരു സെക്കൻഡ്. Next influence line diagram ആണ്. So let's continue on tomorrow. Okay, so ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം 9 മണിയായില്ലേ? ഓക്കെ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയുള്ളത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണ്. ബാക്കിയുള്ളത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, ദെൻ സ്ട്രെയിൻ എനർജി മെത്തേഡ് ആൻഡ് പ്ലാസ്റ്റിക് അനാലിസിസ്. ആ ഒരു 3 ടോപ്പിക് കൂടി ഉണ്ട് ഇനി ഇതിനകത്ത് കവർ ചെയ്യാൻ. ദെൻ ലാസ്റ്റ് ഡേ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you, miss.